രാഷ്ട്രീയ വിമർശനമാണെങ്കിൽ വിട്ടേക്കാൻ പറഞ്ഞു. ഇതെന്താ രാജഭരണം? എന്നിട്ട് നിങ്ങൾ ആ FIR-ന്റെ ഒരു ഭാഗം നോക്കണം. പരാതിക്കാരൻ അഖിലാണ്. എന്നിട്ട് അതിൽ ഈ പറയുന്ന സ്കൂൾ അധ്യാപകനെ കുറിച്ച് പരാമർശിച്ചുകൊണ്ട് പറയുന്ന അദ്ദേഹം സ്വന്തം ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തു എന്നാണ്. കള്ളമാണത്, നിലനിൽക്കൂല. മറ്റൊരാളുടെ പോസ്റ്റ് ഷെയർ ചെയ്യുക മാത്രമാണ് അദ്ദേഹം ചെയ്തത്, അദ്ദേഹമായി സൃഷ്ടിച്ചവന്നല്ല. ഇനി അദ്ദേഹം നേരത്തെ പറഞ്ഞത് എന്താ? പിണറായി വിജയനെതിരായി അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന ഘട്ടത്തിൽ നിരവധി ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ വന്നപ്പോൾ ചില നടപടികൾ സ്വീകരിച്ചു. അതിനെക്കുറിച്ച് പറഞ്ഞത് എന്താ? ഇത്തരം പോസ്റ്റ് കണ്ടാൽ ആരാണ് ഷെയർ ചെയ്യാതിരിക്കുക? എന്തേ അന്നിത് തോന്നാതിരുന്നത്? എന്തേ ഇപ്പൊ തനിക്ക് നേരെ ഇങ്ങനെയെല്ലാം വരുമ്പോൾ ഉടൻ നടപടി? അതും ഒരു രാജഭരണത്തിന്റെ രീതിയിൽ. അപ്പോ ഒരു നിലപാട് സ്വീകരിച്ചാൽ അതിൽ ഉറച്ചു നിൽക്കണം. ഭരണത്തിലെത്തുമ്പോൾ ഒരു നിലപാട്, പ്രതിപക്ഷത്തിരിക്കുമ്പോൾ മറ്റൊരു നിലപാട്, അത് ഭൂഷണമല്ല.